അമ്മേ അമ്മേ എന്താ അവിടെ തന്നെ വാടോ വീടാന്നേ. അമ്മേ അമ്മേ നീയായിരുന്നോ? അമ്മ പിന്നെ ആരാന്ന് വിചാരിച്ചു. ഞാനും ഉണ്ട് അമ്മേ. ആ ഉണ്ടല്ലോ. മന്മഥനെ മനസ്സിലായില്ലേ? എന്താ സത്യശീല അമ്മ എനിക്ക് എന്തോരം വിളമ്പി തന്നേക്കുന്നു. അപ്പൊ ഓർമ്മയുണ്ട് മോനതൊക്കെ. ഇതാരാ പുതിയ ആള്? അത് പുതിയ മെമ്പറാ. ഉണ്ണി 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 ഉണ്ണി. അല്ല അച്ഛനവിടെ? അച്ഛൻ ഇവിടെ ഇല്ലേ? അച്ഛനെ തിരക്കാൻ വന്നേക്കണവൻ. അച്ഛനെ വിളിക്കൂ. അച്ഛാ അച്ഛൻ എവിടെ ഉണ്ടാടാ മോനെ? അച്ഛൻ ചത്തിട്ടൊന്നുമില്ല. അച്ഛൻ ഉണ്ടായിരുന്നല്ലേ? ഓ അച്ഛന് സുഖമാണല്ലോ അല്ലേ? അല്ല, നീ എന്തിനാ എന്നെ ഇങ്ങനെ ഇടയ്ക്ക് അച്ചാന്ന് വിളിക്കണം? പിന്നെ സത്യശീലന്റെ അച്ഛനാകുമ്പോ ഞാനും ഒരു രസത്തിന് അച്ഛാന്ന് വിളിക്കുന്നു. ഓ, അങ്ങനെ രസത്തിന് വിളിക്കുന്ന രണ്ടുപേരും സ്വന്തമായിട്ട് ഇവിടെ ഉണ്ട്. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോ ആകെ വിഷമാവും. അതെ, പാർട്ടി എന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളെ കൂടെ വന്ന് കാണാൻ പറ്റാത്തത്. പറയണം. അച്ഛാ, അമ്മ ഈ നിയമസഭാ ഇലക്ഷനിൽ നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ ചുമതലയും പാർട്ടി സത്യശീലനെ ഏൽപ്പിച്ചിരിക്കുന്നേ. അത് പറഞ്ഞു കൊടുക്കും. വലിയ കാര്യമായിപ്പോയല്ലോ. അച്ഛാ, നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും ചിഹ്നമൊക്കെ അറിയാലോ അല്ലേ? കണ്ടോ, എവിടെ അറിയാനാ? അച്ഛന് ഒരു സ്നേഹമല്ല നമ്മളോട്. അച്ഛാ, ഞാനൊരു പാർട്ടിയുടെ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണെന്നും അതിന്റെ ചിഹ്നം എന്താണെന്നും അച്ഛൻ അറിയണ്ടേ? അതിനെങ്ങനെ സ്നേഹം എന്ന് പറയുന്നില്ലല്ലോ. ഇല്ലടാ, സ്നേഹമില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് ഗ്യാസ് കയറി ശ്വാസം മുട്ടും നെഞ്ചുവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ നിങ്ങളെ വിവരം അറിയിച്ചോ? അതെന്താ അറിയിക്കാതിരുന്ന അച്ഛാ? അറിയിച്ചിട്ട് കാര്യമില്ല. എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന? അയ്യോ, സങ്കടം നോക്ക്. നിന്നെയൊക്കെ അറിയിച്ചിട്ട് എന്തിനാ? നീ ഒന്ന് ഫോൺ എടുക്കുവോ? നിന്റെ ചേട്ടനൊരുത്തിനെ വിളിച്ചു, 100 പ്രാവശ്യം വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ല. അല്ലെങ്കിലും ഫോൺ ചെയ്യണം എന്തിനാണ്? ചേട്ടന് ഫോൺ ചെയ്ത് എടുക്കൂല. പിന്നെയും വരുന്നത് ഞാനാണ്. അയ്യോ, പക്ഷെ എന്റെ മോൻ വന്നായിരുന്നു കേട്ടോ. എപ്പോ? അവൻ വന്നു വോട്ടൊക്കെ ചോദിച്ച് കുന്തത്തിന് അല്ലേ, കുന്തത്തിന് വോട്ടും ചെയ്യും. കുന്തത്തിന് ആരെങ്കിലും വോട്ട് ചെയ്യാം? വിവരമുള്ള ആരും കുന്തത്തിന് വോട്ട് ചെയ്യൂല. കുന്തത്തിന് വോട്ട് ചെയ്യണം. ഒരു കുന്തമില്ല. എന്തായാലും എന്റെ മോൻ വന്ന് ഒരു 1500 രൂപ തന്നു കുന്തത്തിന് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞു. നന്നായി വരും, അവൻ ജയിക്കും. അതെന്താ അച്ഛാ അങ്ങനെ പറയണത്? ഏട്ടനെ മാത്രം അനുഗ്രഹിച്ചാൽ എങ്ങനെയാണ്? ഞാനൊരു മകനല്ലേ, എന്നെ അനുഗ്രഹിക്കണ്ടേ? ആണോ? എന്നാ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നീയും ജയിക്കും. എന്നതാ? അതെ, അച്ഛന് നമ്മുടെ പാർട്ടിയിലേക്ക് ഒരു ഫണ്ട് 1500 കുട്ടി 2000 രൂപ എഴുതി കൊടുക്കും. 2000 രൂപ അച്ഛന് 2000 രൂപ. എങ്ങനെ? അല്ല, നമ്മുടെ പാർട്ടി ഫണ്ടേ, പ്രവർത്തന ഫണ്ട്. 2000 രൂപ ഞാൻ അങ്ങോട്ട് തരണം. അച്ഛൻ തരണ? അച്ഛൻ തരേ വേണ്ട. ആ പൈസ ഞാൻ പോക്കറ്റിൽ എടുക്കും. അയ്യോ വേണ്ടടാ, അച്ഛൻ തരൂന്നേ. എന്തിനമ്മ? അതിന്റെ ആവശ്യമില്ലല്ലോ. അച്ഛന്റെ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ. അതൊന്നും വേണ്ട, അതൊരു മകന്റെ കടമയാണ്. ശീതളേട്ടാ, എന്നൊരു 2 ലക്ഷം എഴുതിക്കോടാ, അതൊരു കടമയല്ലേ? അതൊന്നും വേണ്ട. ഇനി അച്ഛൻ പറ, 1500ന്റെ പാർട്ടിയാണോ 2000ന്റെ പാർട്ടിയാണോ വലുത്? അത് 2000ന്റെ പാർട്ടി അല്ലേ ശീതള? അതെ, അപ്പൊ നമ്മുടെ പാർട്ടി. ഇനി അമ്മ പറ, നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണ്? ആവോന്നോ? ഓടനാവട്ട ഓമനക്കുട്ടൻ. അതാരാ? അമ്മ, നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ അവസാന ദിവസം ഓട്ടം തുള്ളൽ നടത്തിയില്ലേ? ഇളക്കി അങ്ങോട്ട് തുള്ളി ആളെ. അയ്യേ, അയാളാണോടാ? എന്താ അയാൾക്ക് ഒരു കുഴപ്പം? അയാൾ നല്ല തുള്ളക്കാരനല്ലേ? നിയമസഭയിലൊക്കെ ചെന്ന നന്നായിട്ട് തുള്ളാം ഇവർക്ക്. എന്താ അച്ഛൻ? ഇനി അച്ഛൻ പറ, എന്താണ് നമ്മുടെ ചിഹ്നം? നീക്ക് ഇത് കേൾക്കുമ്പോഴാണല്ലോ ഈശ്വര. എടാ നിക്കോട് അച്ഛ, കളമാന്തി. കൊള്ളാം. എടുക്ക് പുറം ചൊറിഞ്ഞ മാന്ത. അതെ, നമ്മളെ ഓമനക്കുട്ടൻ ജയിച്ചു വരട്ടെ, അപ്പൊ അറിയാം കളമാന്തി കൊണ്ട് എവിടെയൊക്കെയാണ് മാന്താൻ പോകുന്നതെന്ന്. ജയിച്ചു എന്നാ ഒരു തുള്ളും അച്ഛൻ പറഞ്ഞ പോലെ. പിന്നെ അച്ഛാ, അമ്മ പ്രകടന പത്രികയിൽ ഇല്ലാത്ത ഒരു കാര്യം ഓമനക്കുട്ടൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഓമനക്കുട്ടൻ ജയിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു ഓട്ടം തുള്ളൽ ഫ്രീ ആയിട്ട്. നീ പറയണ്ടായിരുന്നു, ഒരു സസ്പെൻസ് ആയിട്ടിരിക്കണ്ടേ? നമ്മൾ അച്ഛനമ്മ അറിയണതിന് കുഴപ്പമില്ല. തുള്ളൽ കാണാനുള്ള ഒരു അവസരം കളയരുത്. വോട്ട് നമുക്ക് തന്നെ ചെയ്യണം. പിന്നെ അത് നിങ്ങൾക്കേ ചെയ്യുള്ളൂ. അതൊക്കെ എന്നാ കേട്ടമ്മ, ചായ കുടിച്ചിട്ട് പോടാ. ചായക്കൊന്നും ഒഴിവില്ല സമയം. അല്ലെങ്കിൽ ഒരു ചായ കുടിച്ച് പോകാല്ലേ? അല്ല വേണ്ടടാ, പൊക്കോ. ചായ ഇടാൻ എനിക്ക് നേരെയില്ല.